വി.എസ്. അച്യുതാനന്ദന്റെ വിലാപയാത്ര വേലിക്കകത്ത് വീട്ടിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ആളുകൾ വേലിക്കകത്ത് വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയായിരുന്നു. ചെറിയ സൗകര്യം മാത്രമേ ഉള്ളൂ വീട്ടിൽ. പക്ഷേ ഇപ്പോഴും ആളുകൾ ഇതാ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആളുകൾ പെട്ടെന്ന് വി.എസിനെ കണ്ടു മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ലാൽ സലാം വിളിച്ച് കണ്ണേ കരളെ വിളിച്ച് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ജനങ്ങൾ വി.എസിനെ കണ്ട് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിനുശേഷം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം, പക്ഷേ അത് 20 മിനിറ്റായി ചുരുക്കിയിട്ടുണ്ട്. കാരണം വൈകിട്ട് 4 മണിക്ക് സംസ്കാരം നടത്തേണ്ടതായിരുന്നു. പക്ഷേ അത് നീണ്ടുപോകും. DC ഓഫീസിൽ നിന്ന് പോലീസ് റിക്രിയേഷൻ മൈതാനത്ത് പൊതുദർശനം. അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ വരിക. ആലപ്പുഴയിൽ ആലപ്പുഴ എന്ന് പറയുന്നത് വൈകാരികമായി ഏറ്റവും അടുത്ത ബന്ധം വി.എസിനുള്ള മണ്ണാണ്. അവിടെ വി.എസിന് അഭിവാദ്യം അർപ്പിക്കുവാനായിട്ട് ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ദേശീയപാതയിൽ കണ്ടതാണ്. 23 മണിക്കൂർ സമയമായി. ഇന്നലെ ഏകദേശം 2:30 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് ദർബാർ ഹാളിൽ നിന്ന് വി.എസ്. അച്യുതാനന്ദന്റെ മൃതദേഹം പുറത്തേക്കെടുത്തത്. അതിനുശേഷം ദേശീയപാതയിലൂടെ പതിയെ നീങ്ങി ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള അവസരം ഒരുക്കിക്കൊണ്ടായിരുന്നു വിലാപയാത്ര മുന്നോട്ട് പോയത്. രാവിലെ എങ്കിലും എത്താൻ കഴിയും ആലപ്പുഴയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. ആദ്യം തീരുമാനിച്ചിരുന്നത് രാത്രിയോടെ ആലപ്പുഴയിൽ വിലാപയാത്ര സമാപിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് നീണ്ടുപോയി. രാവിലെയും പറ്റിയില്ല. ഏകദേശം 12 മണിയോടുകൂടിയാണ് 12 മണിക്ക് ശേഷമാണ് വേലിക്കകത്ത് വീട്ടിൽ മൃതദേഹവുമായി വിലാപയാത്ര എത്തിയത്. ഇനി ഇവിടെ നിന്ന് കുറച്ചു ദൂരം കൂടി സഞ്ചരിക്കേണ്ടി വരും. എന്നാലേ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്താൻ കഴിയുകയുള്ളൂ. അവിടെയും ആളുകൾ കാത്തു നിൽക്കുകയാണ്. അതിനുശേഷം പോലീസ് റിക്രിയേഷൻ മൈതാനത്തേക്ക് മൃതദേഹം മാറ്റും. അവിടെയും വി.എസിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആളുകൾ കാത്തു നിൽക്കുന്നു. DC ഓഫീസിലേക്ക് വന്ന ആളുകളോട് മൈതാനത്തേക്ക് വരുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നേതാക്കൾ. കാരണം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വലിയ സൗകര്യമില്ല. അതുമാത്രമല്ല, അവിടെ നേതാക്കൾ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം മൃതദേഹം 20 മിനിറ്റിന് ശേഷം മൈതാനത്തേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വി.എസ്. ആരാണ് എന്ന് രാഷ്ട്രീയ കേരളം ഒരിക്കൽ കൂടി ഓർത്തെടുക്കുകയാണ്. വി.എസ്. എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു കേരളത്തിന് എന്നുള്ള കാര്യവും ഇതിലെല്ലാവരും CPM-ന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും അണികളല്ല. പക്ഷേ വി.എസ്. എന്ന ഒറ്റ വികാരമാണ് ഇവരെ വി.എസിന് വേണ്ടി കാത്തു നിൽക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അത് ഇന്നലെ മുതൽ വി.എസിനെ കാണുവാൻ കാത്തു നിൽക്കുന്നവരുണ്ടായിരുന്നു. കാരണം ഇന്നലെ രാത്രി മൃതദേഹം ആലപ്പുഴയിൽ എത്തിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അതിനാൽ തന്നെ രാത്രിയോടുകൂടി എത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ജനങ്ങൾ. പക്ഷേ അതുണ്ടായില്ല. രാത്രിയും കാത്തുനിൽപ്പ് തുടർന്നു, രാവിലെയും തുടർന്നു. ഇപ്പോഴാണ് വേലിക്കകത്ത് വീട്ടിൽ വി.എസിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വേലിക്കകത്ത് വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. അങ്ങോട്ടാണ് ഇപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലല്ലു ചേരുന്നുണ്ട്. ലല്ലു ഇപ്പോൾ എവിടെയാണുള്ളത്? ഇത് പ്രതീക്ഷിച്ചതിനും അപ്പുറമായല്ലോ. പ്രതീക്ഷിച്ചിരുന്നതാണ് വി.എസിനെ കാണുവാനായിട്ട് ആളുകൾ ഒഴുകിയെത്തും, ജനങ്ങൾ ഒഴുകിയെത്തുമെന്ന്. പക്ഷേ ഒരു കടലെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അതിനേക്കാൾ അപ്പുറം ഇല്ലേ, ഒരു മഹാസമുദ്രമായി മാറിയിരിക്കുകയാണല്ലോ ആലപ്പുഴ. മഞ്ജേഷ്, ഞാനുള്ളത് ആലപ്പുഴയിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിന് സമീപമാണ്. എന്റെ വലതുവശത്ത് ഒരു സമുദ്രം അറബിക്കടലാണ് ഒഴുകുന്നെങ്കിൽ ഇടതുവശത്ത് സമുദ്രം എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരുന്ന തരത്തിലുള്ള ആളുകളാണ്. തീർച്ചയായും ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിന്റെ ഒരു വ്യാപ്തി അത് എത്രത്തോളം വലിയൊരു ഗ്രൗണ്ടാണ് എന്ന മഞ്ജുഷ്ഠൻ അറിയാവുന്നതാണ്. ആ ഗ്രൗണ്ട് നിറഞ്ഞ് ഇപ്പോൾ ഇങ്ങോട്ട് വാഹനങ്ങൾ കടത്തിവിടാത്ത തരത്തിലേക്ക് കടുത്ത നിയന്ത്രണങ്ങൾ വേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യം. തീർച്ചയായും ജനക്കൂട്ടത്തിൽ പ്രദേശം ഊർജമാക്കി കഴിഞ്ഞ 1 നൂറ്റാണ്ടുകാലം കേരളത്തിൽ നിറഞ്ഞു നിന്ന ഒരു മനുഷ്യന് അദ്ദേഹം അർഹിക്കുന്ന, ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു യാത്രയപ്പ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനത നൽകുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ദർബാർ ഹാളിൽ നിന്ന് പുറപ്പെട്ട വിലാപയാത്ര അല്പം മുമ്പ് വേലിക്കകത്തെ വീട്ടിൽ പുന്നപ്പുഴയിലെ വേലിക്കകത്തെ വീട്ടിലെത്തുമ്പോഴും വി.എസിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്, ബാക്കിയാകുന്നത് ലക്ഷം ജനങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും പാലക്കാട് നിന്നും ഇടുക്കിയിൽ നിന്നും എല്ലാം കിട്ടുന്ന വാഹനങ്ങളിലേക്ക് ആലപ്പുഴയിലേക്ക് എത്തിച്ചെത്തുകയാണ് അവർ. ഇവിടെ പറഞ്ഞു പോകുമ്പോൾ അതായത് ഈ കേരളത്തിൽ കിട്ടാവുന്ന ട്രാവലറുകളെല്ലാം ഇപ്പോൾ ആലപ്പുഴ ഉണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം അതിനു വേണ്ടി ഗതാഗതക്കുറിക്കാണ്. കിട്ടുന്ന ഇടങ്ങളിലെല്ലാം വാഹനങ്ങൾ ജനം വി.എസിനെ കാണാൻ കാത്തു നിൽക്കുകയാണ്. തൊഴിലാളികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, അടിസ്ഥാന വർഗത്തിൽ നിന്നുള്ള ഒട്ടേറെ മനുഷ്യരുണ്ട്, പ്രായമായവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്.
സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും ആയിരക്കണക്കിന് മനുഷ്യർ കണ്ണേകര PSA എന്ന മുദ്രാവാക്യം വിളികളുമായി ആലപ്പുഴയിലേക്ക് ഇരച്ചെത്തുകയാണ്. വേലിക്കകത്ത് വീട്ടിൽ നിന്നും DC മൃതദേഹം അവിടെ 20 മിനിറ്റ് മാത്രം പൊതുദർശനത്തിൽ വയ്ക്കും. PS-ന്റെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം അവിടെയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇപ്പോഴേ DC ഓഫീസിൽ എത്തിച്ചേർന്ന് അറിയുന്നത്. അവിടെ നിന്ന് PS-നെ അവസാനമായി ഒരു നാക്ക് കാണാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത് ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ്. 8 വരികളിലായാണ് ഇതിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഒരുക്കിയ സംവിധാനം വരാതെ വരും എന്ന തരത്തിലുള്ള ജനപ്രവാഹമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ കണ്ടുവരുന്നത്. എല്ലാ വഴികളും റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ്. എല്ലാവരുടെയും ലക്ഷ്യം റിക്രിയേഷൻ ഗ്രൗണ്ടാണ്. PS-നെ അവസാനമായി ഒരു വീരോചിതമായി അദ്ദേഹത്തെ യാത്രയാക്കാൻ ആലപ്പുഴയുടെ മണ്ണ് കേരളത്തിന് നൽകിയ US-നെ ആലപ്പുഴയുടെ മണ്ണ് തിരിച്ചെടുക്കുമ്പോൾ അതിന് സാക്ഷിയാവാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ, അവസാന രക്തപുഷ്പങ്ങൾ അർപ്പിക്കാൻ ലക്ഷക്കണക്കിന് ജനങ്ങൾ, പാർട്ടി പ്രവർത്തകരുണ്ട്, പാർട്ടി അനുഭാവികളുണ്ട്, സാധാരണ മനുഷ്യരുണ്ട്. PS-നെ സ്നേഹിക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യർ ഇവിടേക്ക് ഓടിയെത്തുകയാണ്. മഞ്ജുഷ്, ഇതാണ് നെല്ലു പറഞ്ഞപ്പോൾ 8 വരികളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതല്ലാതെ പറ്റുകയില്ല. കാരണം ഇത്രയും ഒരു മനുഷ്യക്കടൽ തന്നെ അവിടെ തീർത്തിരിക്കുകയാണ്. അവരെ ഓരോരുത്തരെയായിട്ട് കടത്തിവിടാനോ ഒറ്റ വരിയിലോ 2 വരിയിലോ ക്രമീകരിക്കാനോ പറ്റുകയില്ല. 8 വരികളിലായിട്ട് പോലീസ് റിക്രിയേഷൻ ക്ലബ്ബിൽ ആളുകളെ ക്യൂ ആയിട്ട് തിരിച്ചുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് PS-ന്റെ മുഖം കണ്ടു മാറുവാനുള്ള സൗകര്യമാണ് റിക്രിയേഷൻ മൈതാനത്ത് ഒരുക്കിയിരിക്കുന്നത്. അതായത് ഇനി എല്ലാ കണ്ണുകളും പോലീസ് റിക്രിയേഷൻ മൈതാനത്തേക്കാണ്. എല്ലാവരും അങ്ങോട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ വേലിക്കകത്ത് വീട്ടിൽ വെച്ച് എല്ലാവർക്കും PS-നെ കാണുവാനുള്ള അവസരം കിട്ടിയെന്ന് വരില്ല. DC ഓഫീസിൽ വരികയാണെങ്കിലും കിട്ടുകയില്ല. അവിടെ 20 മിനിറ്റ്, അതൊരു 40 മിനിറ്റ് വരെയെങ്കിലും നീണ്ടേക്കാം. ചിലപ്പോൾ നേതാക്കൾക്കാണ് അവിടെ PS-നെ കാണുവാനുള്ള അവസരം, അന്തിമോപചാരം അർപ്പിക്കാൻ, ആലപ്പുഴയുടെ അഭിവാദ്യം അർപ്പിക്കുവാനുള്ള അവസരം. റിക്രിയേഷൻ മൈതാനത്തേക്ക് ചെല്ലുവാൻ ആളുകളോട് പറഞ്ഞിരിക്കുകയാണ്. പറഞ്ഞ ഉടൻ തന്നെ ആളുകൾ അങ്ങോട്ട് ഒഴുകിയെത്തിയിരിക്കുകയാണ്. അതാണ് ലല്ലു പറഞ്ഞത്. അവിടെ ഇപ്പോൾ സൂചി കുത്തുവാൻ ഇടമില്ല. അപ്പുറത്ത് കടലിരുമ്പുന്നു. റിക്രിയേഷൻ മൈതാനത്ത് മനുഷ്യ മഹാസമുദ്രം ഇരമ്പുകയാണ്. അതാണ് VS എന്ന് കേരളത്തിന് അറിയാം. ഇത് പ്രതീക്ഷിതമാണ്. പക്ഷേ പ്രതീക്ഷിതനേക്കാൾ കൂടുതൽ ആളുകൾ ഒഴുകിയെത്തുന്നു. ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിൽ എത്തുന്ന ആളുകൾ അവർ ഒഴുകി നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെ ദർബാർ ഹാളിൽ കണ്ടതുപോലെയല്ല, സാവധാനമല്ല. എല്ലാവരും മുഷ്ടി ചുരുട്ടി VS-ന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, ചിലരുടെ കയ്യിൽ കുട്ടികളുണ്ട്, അവരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച് മുഷ്ടി ചുരുട്ടി VS-ന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ AKG സെന്ററിൽ കണ്ട കാഴ്ച പോലുമല്ല, അതിനേക്കാൾ അപ്പുറമാണ്. അതിവൈകാരികമായ രീതിയിലാണ് അവരുടെ മുഖത്ത് അത് പ്രതിഫലിക്കുന്നുണ്ട്. കാരണം VS-നോട് ഏറ്റവും അടുത്ത് ഇടപഴകിയ ജനങ്ങളാണ്. പലർക്കും VS-നെ നേരിട്ട് അറിയാവുന്നവരാണ്. VS-ന് അവരെ നേരിട്ട് മനസ്സിലാക്കിയവരാണ്. അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ VS-ന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് VS-ന്റെ വീടായ വേലിക്കകത്ത് വീട്ടിൽ VS ഉറങ്ങുന്നു. അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരു ജനത മുന്നോട്ട് പോകുന്നു. അതാണ് കാണുന്നത്. ശരണ്യ ചേരുന്നു. ശരണ്യ, അതിവൈകാരികമാണല്ലോ വേലിക്കകത്ത് വീട്ടിലെ കാഴ്ചകൾ. ഇനി ഇതിനേക്കാൾ അപ്പുറമാണല്ലോ കാണാൻ കിടക്കുന്നത് റിക്രിയേഷൻ മൈതാനത്ത്. മഞ്ജുഷെ, നിയന്ത്രിക്കാൻ കഴിയാത്തത്ര വിധത്തിൽ ആളുകൾ ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. പോലീസും ഒപ്പം തന്നെ റെഡ്വാളൻസും വലിയ ശ്രമകരമായി ഒരു ഘട്ടത്തിൽ ആളുകളെ കടന്നുപിടിച്ച് ബാക്കിയുള്ളവരെ തടഞ്ഞു വെക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആണ് ഒരു ഇടവേള ക്രമത്തിലാണ് ആളുകളെ പുറത്തേക്ക് വിട്ട് അകത്തേക്ക് പ്രവേശിക്കാനായി അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ക്യൂ ആണ് ഇവിടെ നിൽക്കുന്നത്. 20 മിനിറ്റിനുള്ളിൽ ഭൗതിക ശരീരം ഇവിടെ നിന്ന് വേലിക്കകത്ത് വീട്ടിൽ നിന്നും എടുക്കുമെന്നുള്ളതാണ് അനൗൺസ്മെന്റ് വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എടുക്കാൻ കഴിയുമെന്ന്. കാരണം തമിഴ്നാട്ടിൽ ഉൾപ്പെടെ അന്യ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ VS കാണാനായി എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും, അതായത് അവരെ പറഞ്ഞേക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉള്ളത്. എന്നുവെച്ചാൽ ഇന്നലെ മുതൽ ഇവിടെ എത്തി കാത്തു നിൽക്കുന്ന ആളുകളാണ്. ഭക്ഷണം കഴിക്കാത്തവരാണ്, വെള്ളം കുടിക്കാത്തവരാണ്, കുട്ടികളുള്ളവരാണ്. അവരൊക്കെ അവരുടെ ഈ കാത്തിരിപ്പിന് അവരെ കാണിക്കാതെ വിടാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതെപ്പം പൂർത്തീകരിക്കുമെന്ന് പോലും പറയാൻ കഴിയില്ല. അത്രമേൽ ജനസാഗരമാണ് വേലിക്കകത്ത് വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നുള്ളത്